1.25 ലക്ഷത്തോളം ഇന്ത്യൻ ഹാജിമാരും ഇന്ന് രാത്രിയോടെ മിനായിലെത്തും. മിനായിൽ നിന്ന് ബസ്സുകളായാണ് ഹാജിമാരെ എത്തിക്കുക. അറഫയിലേക്ക് പകുതിയോളം ഹാജിമാർക്ക് മെട്രോ സൗകര്യവും ഉണ്ടാകും. സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാരും രാത്രിയോടെ മിനായിലെത്തും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിൽ 1,22,422 തീർത്ഥാടകരുണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ വന്ന 10,000-ഓളം ഹാജിമാരും. ഇതിൽ 18 തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി മരിച്ചു. നാളെ ഹജ്ജിന് തുടക്കമാകും. ഇതിനാൽ ഭൂരിഭാഗം പേരെയും ഇന്നു തന്നെ മിനായിലെത്തിക്കും. ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പലസ്തീനുണ്ട്, അതുപോലെ ഒരുപാട് രാജ്യക്കാരുണ്ട്. എല്ലാവരും ഹൈറിലും ബർക്കത്തിലും സമാധാനത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലും എത്തിച്ചേരുക എന്നുള്ള പ്രാർത്ഥന ലോക മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട് മനസ്സിനകത്ത്. നാളെ ഉച്ചവരെ ഹാജിമാരുടെ മിനായാത്ര തുടരും. അറഫയിലേക്ക് പോകുമ്പോൾ ഇനി ഞങ്ങൾക്ക് മനസ്സിലുള്ള ഉദ്ദേശം, ഇന്ത്യ എല്ലാവരുടെയും ഉദ്ദേശം, നമുക്കൊരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ പ്രസവിച്ച് അതേപോലെ നമ്മൾ തിരിച്ചു പോകണം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ. കാരണം എല്ലാവരും സെറ്റ് തോപ ചെയ്ത് നമ്മൾ മടങ്ങിപ്പോവുക. സ്വകാര്യ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ 18,000-ഓളം മലയാളി തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഹജ്ജിന്റെ ഭാഗമാവുന്നത്. പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നവർക്ക് കുറച്ചും കൂടിയും ഇതുണ്ടാകും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടില്ല, ചൂടുണ്ട് എന്നല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടില്ല. എന്നാലും എല്ലാവരും അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 20ഓളം തീർത്ഥാടകർ യാത്ര ചെയ്യാനാവാതെ ആശുപത്രികളിലാണ്. ഇവരെ അറഫയിലേക്ക് നേരിട്ടെത്തിക്കും. വിത്തൗട്ട് മഹറം വിഭാഗത്തിൽ 2,600-ഓളം മലയാളി വനിതാ തീർത്ഥാടകർ ഹജ്ജിലുണ്ട്. ഇവർക്കായി 20 വനിതാ ഹജ്ജ് ഇൻസ്പെക്ടർമാരും. കിങ് അബ്ദുൽ അസീസ് പാലത്തിന്റെ ഇരുവശത്തായാണ് ഇന്ത്യൻ ഹാജിമാർക്ക് മിനായിൽ താമസ സൗകര്യം. നാളെ രാത്രിയോടെ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങും. ശക്തമായ ചൂടിന്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷനും ഹാജിമാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.